നമസ്കാരം. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം കൂടുതൽ നന്നാവുക എന്നതാണ്. അപ്പോൾ എന്താണ് ഈ നന്നാവുക എന്ന് പറഞ്ഞാൽ, എല്ലാ സമയത്തും ഒരേപോലെ തന്നെ പെർഫെക്റ്റായിട്ട് സ്നേഹത്തോടു കൂടിയിട്ട്, ശാന്തതയോടു കൂടിയിട്ട്, സമാധാനത്തോടു കൂടിയിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുക. ഈ ശാന്തതയുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും എല്ലാം അതിൻ്റെ സ്ഥാനം നമസ്കാരം. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം കൂടുതൽ നന്നാവുക എന്നതാണ്. എന്താണ് ഈ നന്നാവുക എന്ന് പറഞ്ഞാൽ, ബാഹ്യമായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം കൂടുതൽ നന്നാവുക എന്നതാണ്. എന്താണ് ഈ നന്നാവുക എന്ന് പറഞ്ഞാൽ, ഇതിന് ഒരു പരിധിയുണ്ടോ? നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം കൂടുതൽ നന്നാവുക എന്നതാണ്. അതിനുവേണ്ടി നമ്മൾ നിരന്തരമായി ശ്രമിക്കുന്നു. നമ്മൾ മുമ്പ് പറഞ്ഞ സ്വാമി വിവേകാനന്ദനും ഒരു ഡോക്ടറുമായിട്ടുള്ള ഇൻട്രാക്ഷൻ്റെ കഥ ഒന്ന് ഓർത്തു നോക്കണം. അപ്പോൾ സാധാരണ നമ്മൾ നന്നാവുക എന്നുള്ള പദം കൊണ്ട് ചിന്തിക്കുന്നത്, നമസ്കാരം, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കൂടുതൽ നന്നാവുക എന്നതാണ്. അതിനുവേണ്ടി നമ്മൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്താണ് ഈ നന്നാവുക എന്ന് പറഞ്ഞാൽ, മുമ്പത്തെ ഒരു സെഷനിൽ സ്വാമി വിവേകാനന്ദനും ഒരു ഡോക്ടറുമായിട്ടുള്ള ഇൻട്രാക്ഷനെക്കുറിച്ച് സൂചിപ്പിക്കേണ്ടായി. സാധാരണ നമ്മൾ നന്നാവുക എന്ന് പറഞ്ഞാൽ ബാഹ്യമായിട്ടുള്ള വളർച്ചയുമായിട്ടാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം കൂടുതൽ നമസ്കാരം, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം കൂടുതൽ നന്നാവുക എന്നതാണ്. എന്താണ് ഈ നന്നാവുക എന്ന് പറഞ്ഞാൽ, മുമ്പ് ഒരു സെഷനിൽ സ്വാമി വിവേകാനന്ദനും ഒരു ഡോക്ടറുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ ഇവിടെ പറയുണ്ടായി. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ നമ്മുടെ നമസ്കാരം, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചാൽ കൂടുതൽ നന്നാവുക എന്നതാണ് എന്ന് നമ്മൾ പറയും. എന്താണ് ഈ നന്നാവുക എന്നുള്ള പദം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്? നമ്മുടെ ഭൗതികമായിട്ടുള്ള വളർച്ച. മുമ്പ് ഒരു എപ്പിസോഡിൽ സ്വാമി വിവേകാനന്ദനും ഒരു ഡോക്ടറുമായിട്ടുള്ള ഒരു സംഭാഷണത്തെക്കുറിച്ച് സൂചിപ്പിക്കേണ്ടായി. സാധാരണ ജീവിതത്തിൽ നമ്മൾ ഈ രീതിയിൽ മാത്രമേ നന്നാവുക എന്നുള്ള പദത്തെ മനസ്സിലാക്കുന്നുള്ളൂ. കൂടുതൽ സാമ്പത്തികമായി വളരുക, സ്ഥാനക്കയറ്റം ലഭിക്കുക, സൗകര്യങ്ങളുണ്ടാവുക, അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള വളർച്ച ഉണ്ടാവുക, സൗന്ദര്യം ഉണ്ടാവുക, നമ്മുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക. പക്ഷേ ഇതിനെല്ലാം ഒരു പരിധിയുണ്ട്. പ്രായം ചെല്ലുന്തോറും നമ്മുടെ ആശയങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു, നമ്മുടെ താല്പര്യങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് എത്ര നല്ല സൗകര്യങ്ങളുണ്ടെങ്കിലും പ്രായം ചെല്ലുമ്പോൾ നമുക്കതൊക്കെ ആസ്വദിക്കാൻ സാധിക്കാതെയായി മാറുന്നു. അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് അനുഭവിക്കുന്ന സന്തോഷം വേറൊരു സ്ഥലത്ത് അനുഭവിക്കണം എന്നില്ല. അപ്പോൾ നമ്മൾ സൂചിപ്പിക്കേണ്ടായി, എവിടെയാണ് ഈ ബെറ്റർമെൻറ്റ്, നന്മ നിലകൊള്ളുന്നത്? അത് നമ്മുടെ ഹൃദയത്തിലാണ്. അപ്പോൾ കൂടുതൽ നന്നാവുക എന്ന് പറഞ്ഞാൽ മനസ്സിനെ കൂടുതൽ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും ശാന്തിയിലേക്കും ഉയർത്തുക എന്നതാണ്. എല്ലാ സന്ദർഭങ്ങളിലും ശാന്തതയോടുകൂടി, സമാധാനത്തോടു കൂടിയിട്ട്, സന്തോഷത്തോടു കൂടിയിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അതെത്ര നന്നാവും. ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്ഥിതപ്രജ്ഞനെക്കുറിച്ച് പറയുന്നുണ്ട്. അർജുനൻ ചോദിക്കുന്നുണ്ട്, ആ തരത്തിൽ ഉയർന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ പെരുമാറ്റം എങ്ങനെയായിരിക്കും? അപ്പോൾ ഭഗവാൻ പറയുന്നത്, ആത്മന്യൈവാത്മനാ തുഷ്ടഃ സ്ഥിതപ്രജ്ഞ തതോച്യതയെന്നാണ്. സ്വയം ഹൃദയത്തിൽ തന്നെ സന്തുഷ്ടനായിട്ടിരിക്കുക, പുറമേയുള്ള ഫ്ലക്ച്വേഷൻസിൽ, മാറ്റങ്ങളിൽ ഉയരുകയോ വീഴുകയോ ചെയ്യാതിരിക്കുക. പുറമേ അറ്റാച്ച്മെൻറ്റ് കുറഞ്ഞ് ഉള്ളിൽ തന്നെ സംതൃപ്തി കണ്ടെത്താനാവുക. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മളൊരു യൂണിഫൈഡ് പേഴ്സണാലിറ്റി കൊണ്ടുവരേണ്ടതിൻ്റെ പ്രാധാന്യം പറയും. അതാണ് യൂണിഫൈഡ് പേഴ്സണാലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്.
എല്ലാ സമയത്തും ഒരേപോലെ പെരുമാറാൻ സാധിക്കുന്ന ഒരു പേഴ്സണാലിറ്റി. നമ്മുടെ ഉള്ളിൽ പേഴ്സണാലിറ്റീസിൻ്റെ ഒരു വടംവലി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ആഗ്രഹങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആഗ്രഹങ്ങളുടെ ഉറവിടം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ തന്നെ, നമ്മുടെ ഉപബോധ മനസ്സിലുള്ള സംസ്കാരങ്ങൾ എന്ന് പറയും. നമ്മൾ മുമ്പേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പ്രവണതകൾ, ടെൻഡൻസീസ്, അതിൽ നിന്നാണ് നമുക്ക് മുൻവിധികൾ ഉണ്ടാകുന്നത്, അതിൽ നിന്നാണ് നമ്മൾക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾ അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. മാറ്റം പൊതുവേ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ നമ്മുടെ ഉള്ളിലൊരു യൂണിഫൈഡ് പേഴ്സണാലിറ്റി കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിൽ ഒരു മാറ്റം കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. എങ്ങനെയാണ് ഞാൻ ഓരോ സമയത്തും പെരുമാറുന്നത് എന്ന് വളരെ ശ്രദ്ധയോടുകൂടി നിരീക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. എൻ്റെ ഉള്ളിൽ ഇങ്ങനെയുള്ള ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുന്നുണ്ടോ? നമ്മുടെ ഉള്ളിലൊരു ഒബ്സർവർ ഉണ്ട്. പുറമേയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ഭംഗിയായിട്ട് ഒബ്സർവ് ചെയ്യുന്നു. നമുക്ക് എല്ലാത്തിനെക്കുറിച്ചും അഭിപ്രായങ്ങളുണ്ട്, എല്ലാവരെക്കുറിച്ചിട്ടും അഭിപ്രായങ്ങളുണ്ട്. അതേ ഒബ്സർവേഷൻ സ്കിൽസ് നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് തിരിച്ച് വിടണം. നമ്മുടെ ഉള്ളിലുള്ള ന്യൂനതകളെ കണ്ടെത്തണം. നമ്മുടെ ഉള്ളിലുള്ള നന്മകളെ നമ്മൾ കൂടുതൽ കൂടുതൽ വളർത്തണം. അപ്പോൾ എങ്ങനെയാണ് സാധിക്കുക? ഇവിടെയാണ് ഡയറി റൈറ്റിങ്ങിൻ്റെ പ്രാധാന്യം വരുന്നത്. സ്വയം ഒബ്സർവ് ചെയ്തിട്ട് ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ അതിലുള്ള അനുഭവങ്ങളെ നമ്മൾ ശ്രദ്ധാപൂർവം നിരീക്ഷിച്ച് രേഖപ്പെടുത്തുക. ഒബ്സർവ്, റെക്കോർഡ്, ഇൻഫർ. നമ്മൾ ഒബ്സർവ് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക. പറ്റുകയാണെങ്കിൽ എല്ലാ മണിക്കൂറും എഴുതണം എന്നാണ് മഹാത്മാഗാന്ധിജി സൂചിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ സാധിക്കുന്നില്ലെങ്കിൽ ദിവസം അവസാനിക്കുമ്പോഴെങ്കിലും നമ്മൾ നോക്കണം അന്നത്തെ ദിവസം എങ്ങനെയാണ് കടന്നുപോയത്. ഇന്നത്തെ ക്രെഡിറ്റ് ഡെബിറ്റ് ബാലൻസിൽ ആരാണ് വിജയിച്ചത്? എൻ്റെ ഉള്ളിലെ നന്മയാണോ അതോ എൻ്റെ ഉള്ളിലുള്ള തിന്മയാണോ? എന്താണ് നന്മ എന്ന് പറയുമ്പോൾ എനിക്ക് കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കാൻ, നിസ്വാർത്ഥത പ്രകടിപ്പിക്കാൻ സാധിച്ച അവസരങ്ങൾ, എനിക്ക് ശാന്തമായിട്ട് കാര്യങ്ങളെ അഭിമുഖീകരിക്കാൻ സാധിച്ച അവസരങ്ങൾ. നമ്മുടെ ഉള്ളിലെല്ലാം ആ ഒരു നല്ല വ്യക്തിത്വമുണ്ട്. നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന ആൾക്കാരെ കൂടെ ഇരിക്കുമ്പോൾ നമ്മുടെ ഉള്ള നന്മ പുറത്തേക്ക് വരും. ഒരു ഉദാഹരണം പറയാം. നമ്മുടെ കുട്ടികളുടെ ഒപ്പം, എൻ്റെ കുട്ടിയുടെ കൂടെ ഇരിക്കുമ്പോൾ ഞാൻ ഏറ്റവും അധികം പോസിറ്റീവായിട്ട് നല്ല രീതിയിൽ പെരുമാറുന്നു. ഒളിമ്പ്യൻ ആൻ്റണി ആഡം എന്നുള്ളൊരു സിനിമയുണ്ട്, മോഹൻലാൽ അഭിനയിച്ച ഒരു സിനിമയാണ്. അതിൽ നാസർ അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്, വില്ലൻ കഥാപാത്രമുണ്ട്. അദ്ദേഹം വളരെ നിഷ്ഠുരനായിട്ടുള്ള, ക്രൂരനായിട്ടുള്ള മനുഷ്യനായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ മകളോട് വളരെയധികം വാത്സല്യം, ആ മകൾക്ക് വേണ്ടി എന്തും ചെയ്യും. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം അത്രയും നല്ലൊരു മനുഷ്യനാണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉള്ളിൽ ആ നന്മ എവിടെയോ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്, എപ്പോഴും അത് പുറത്തേക്ക് വരുന്നില്ല. അപ്പോൾ അത് നമ്മൾക്ക് കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് സന്തോഷമാവില്ലേ? നമ്മുടെ ജീവിതത്തിൽ സമാധാനം അനുഭവിക്കില്ലേ? നമ്മുടെ ഉള്ളിൽ പോസിറ്റിവിറ്റി ഡെവലപ്പ് ചെയ്തു. അപ്പോൾ അങ്ങനെ പോസിറ്റീവായിരിക്കും. എന്താണ് ഗുണം? നമ്മുടെ ശരീരത്തിലെ പ്രക്രിയകൾ, ഹോർമോൺസ്, ഇമ്മ്യൂൺ സിസ്റ്റം, നെർവസ് സിസ്റ്റം എല്ലാം വളരെ ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്നു. ഡൈജസ്റ്റീവ് സിസ്റ്റം, നമ്മുടെ ബോഡിയിലൊരു റീപ്ലനിഷിങ്, റീചാർജിങ്, ഡീടോക്സിഫിക്കേഷൻ എല്ലാം സംഭവിക്കുന്നു എന്ന് മോഡേൺ സയൻസ് ഇപ്പോൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ട്രെസ്ലെസ് ആയിട്ടുള്ള ജീവിതം, സുഖമായിട്ടുള്ള ഉറക്കം, ഇതൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഈ പോസിറ്റീവായിട്ടുള്ള ഘടകങ്ങൾ വളർത്തിക്കൊണ്ടുവരണം. നമ്മുടെ ഉള്ളിൽ പോസിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന അവസരങ്ങൾ, നിസ്വാർത്ഥത നിറഞ്ഞു നിൽക്കുന്ന അവസരങ്ങൾ കൂടുതൽ കൂടുതൽ വരണം. അപ്പോൾ അത് റെക്കോർഡ് ചെയ്താൽ മാത്രമേ നമുക്ക് മനസ്സിലാവൂ. എന്താണ് എഴുതേണ്ടത് ഡയറിയിൽ? സഹജമാർഗത്തിലെ മാസ്റ്ററായിട്ടുള്ള ബാബുജി മഹാരാജ് വന്ന് എല്ലാം എഴുതണമെന്നാണ്. നിങ്ങളുടെ അനുഭവങ്ങളെല്ലാം എഴുതണം. ഓർക്കുന്നതെല്ലാം, നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഓർക്കുന്നതെല്ലാം ആദ്യം രേഖപ്പെടുത്തും. നമ്മൾ എന്തെഴുതിയാലും അത് നമ്മളെക്കുറിച്ച് തന്നെ ആയിരിക്കും. ഞാനിപ്പോൾ ഡയറിയിൽ എന്തെങ്കിലും രേഖപ്പെടുത്തി അത് എന്നെക്കുറിച്ച് തന്നെ ആയിരിക്കും. നമ്മൾ ഒരു യാത്ര ചെയ്യുന്ന ഒരു കണ്ടീഷൻ ആലോചിച്ചു, മല കയറുകയാണെന്ന് ആലോചിച്ചു. അപ്പോൾ ഓരോ അവസരത്തിലും സീനറി മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആ സീനറിയെക്കുറിച്ച് നമ്മൾ രേഖപ്പെടുത്തുമ്പോൾ അവിടെ എന്താണ് ശരിക്കും രേഖപ്പെടുത്തുന്നത്? എൻ്റെ അനുഭവങ്ങളാണ് രേഖപ്പെടുത്തുന്നത്. അതെല്ലാ സമയത്തും ഒരുപോലെ ആവണമെന്നില്ല. എൻ്റെ കണ്ടീഷൻ മോശമാണെങ്കിൽ, എനിക്കിപ്പോൾ തലവേദന ഉണ്ടെങ്കിൽ, അസുഖങ്ങളുണ്ടെങ്കിൽ എനിക്ക് ആസ്വദിക്കാൻ സാധിക്കില്ല.
അപ്പോൾ എനിക്കത് ആസ്വദിക്കാൻ സാധിച്ചില്ല, എനിക്ക് ആ ഭക്ഷണം ആസ്വദിക്കാൻ സാധിച്ചില്ല. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ആസ്വദിക്കാൻ സാധിച്ചില്ല എന്നുള്ളതിനെപ്പറ്റി നമ്മൾ അറിയാതെ തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു. മറ്റുള്ളവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്ക് എന്തുകൊണ്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല? അപ്പോൾ ആദ്യം നമ്മളിതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യം രേഖപ്പെടുത്തി വയ്ക്കുക. അപ്പോൾ രേഖപ്പെടുത്തുമ്പോൾ തന്നെ നമ്മൾ അതിനെപ്പറ്റി അവെയറാവണം, ബോധവാന്മാരാവണം. നമ്മൾ അടുത്ത സമയത്ത് അത് ശ്രദ്ധിക്കാൻ തുടങ്ങണം. ഇനി അങ്ങനെ ചെയ്യാൻ പറ്റുക. അപ്പോഴാണ് എനിക്ക് കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയത്. ഞാൻ എങ്ങനെയാണ് അതിനെ മറികടക്കുക? നമ്മൾ ഏതെങ്കിലും ഒരു അവസരത്തിൽ സ്ട്രെസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള അവസരങ്ങൾ ഞാൻ എങ്ങനെ മറികടക്കും? ഇനി മറികടക്കാൻ പറ്റാത്ത കണ്ടീഷനാണെങ്കിൽ കുറച്ച് ദിവസം മാറി നിൽക്കുക, നമ്മൾ ബെറ്റർ ആവുന്നതുവരെ മാറി നിൽക്കുക. അപ്പോൾ ഉള്ളിലേക്ക് തിരിഞ്ഞ് സെൽഫ് കറക്ഷൻ കൊണ്ടുവരാനും എൻ്റെ ഉള്ളിലുള്ള ഹയർ പേഴ്സണാലിറ്റീനെ, ഹയസ്റ്റ് പേഴ്സണാലിറ്റിയിലേക്ക് കണക്ട് ചെയ്യാനും അത് ഒരു അവസരം നൽകുകയാണ്. അപ്പോൾ ഇതാണ് സ്പിരിച്വാലിറ്റിയുടെ ഉദ്ദേശം, നമ്മുടെ ഉള്ളിലുള്ള നന്മയെ കൂടുതൽ കൂടുതൽ മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ സ്റ്റെപ്പ് ഡയറി റൈറ്റിംഗ് ആണ്. ഡയറി റൈറ്റിങ്ങിനെ കുറിച്ചിട്ട് നമുക്ക് കൂടുതൽ ഇനി വരുന്ന സെഷൻസിൽ ഡിസ്കസ് ചെയ്യാം. നന്ദി, നമസ്കാരം.